അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. വാവ്, ഇയാളുടെ മുടിക്കിപ്പോ നല്ല ഉള്ള നീളം വന്നല്ലോ. എന്റെ മുടി നോക്ക്. നീ നിന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 8 ബുധനാഴ്ച. രാജ്യത്ത് മൂന്നാം ഘട്ട വോട്ടെടുപ്പിലും പോളിംഗിൽ നേരിയ ഇടിവ്. ആകെ 64.4% മൂന്നാം ഘട്ട പോളിംഗിൽ വോട്ട് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ തവണ 67.4%. അസം 75.53, ബീഹാർ 56.55, ഛത്തീസ്ഗഡ് 67.49, ഗോവ 74.47, ഗുജറാത്ത് 56.98, കർണാടക 68.85, മധ്യപ്രദേശ് 64.02, മഹാരാഷ്ട്ര 55.54, ഉത്തർപ്രദേശ് 57.34, പശ്ചിമ ബംഗാൾ 73.93 എന്നിങ്ങനെയാണ് ഒടുവിൽ പുറത്തുവന്ന കണക്കുകൾ പ്രകാരമുള്ള പോളിംഗ് ശതമാനം. രാഷ്ട്രീയ നേട്ടത്തിനായി മോദിയും BJPയും വിദ്വേഷം പ്രചരിപ്പിക്കുന്നുവെന്ന രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി. ജനാധിപത്യവും ഭരണഘടനയും സംരക്ഷിക്കാൻ പിന്തുണ വേണമെന്നും നുണകളുടെയും വിദ്വേഷത്തിന്റെയും വക്താക്കളെ തള്ളിക്കളയണമെന്നും സോണിയ അഭ്യർത്ഥിച്ചു. ഈ വർഷത്തെ SSLC, THSLC, AHSLC പരീക്ഷാഫലങ്ങൾ ഇന്ന് പ്രഖ്യാപിക്കും. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിയാണ് ഫലപ്രഖ്യാപനം നടത്തുക. കഴിഞ്ഞ വർഷം മെയ് 19 ഫലപ്രഖ്യാപനം നടത്തിയത്. ബംഗ്ലാദേശ്, ശ്രീലങ്ക, മ്യാൻമർ എന്നിവിടങ്ങളിൽ നിന്നുള്ള 1.5 ലക്ഷത്തിലേറെ അഭയാർത്ഥികൾ വ്യാജ ആധാർ കാർഡുമായി കേരളത്തിൽ കഴിയുന്നതായി മിലിറ്ററി ഇന്റലിജൻസ് റിപ്പോർട്ട്. അസമിലെ മധുപൂർ, നൌഗാവ്, ബംഗാളിലെ കലിംപോങ്, നദിയ, ഉത്തര ദിനാജ്പൂർ, കേരളത്തിലെ പെരുമ്പാവൂർ എന്നിവിടങ്ങളിലെ ആധാർ കേന്ദ്രങ്ങളിൽ നുഴഞ്ഞുകയറി വ്യാജ ആധാർ കാർഡ് നിർമ്മിച്ചതായാണ് കണ്ടെത്തൽ. മാസപ്പടി കേസിൽ CMRL നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതി ഈ മാസം 30 മാറ്റി. SFIO, ED അന്വേഷണത്തിനെതിരെ നൽകിയ ഹർജിയാണ് 30 മാറ്റിയത്. ഈ കേസുമായി ബന്ധപ്പെട്ട രഹസ്യരേഖകൾ എങ്ങനെയാണ് ഷോൺ ജോർജിന് കിട്ടുന്നതെന്ന് CMRLന്റെ അഭിഭാഷകൻ ചോദിച്ചു. ആദായ നികുതി വകുപ്പിനടക്കം മറുപടി സമർപ്പിക്കാൻ 10 ദിവസം കൂടി കോടതി സമയം അനുവദിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനെ കത്ത് നൽകി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വേനൽച്ചൂടിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി പേരാണ് മരണമടഞ്ഞത്. ഉഷ്ണതരംഗത്തെ പ്രകൃതി ദുരന്തമായി പരിഗണിച്ച് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം നൽകാൻ സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് കത്ത് നൽകിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അറിയിച്ചു. മുഖ്യമന്ത്രി ആരുടെ ചെലവിലാണ് വിദേശത്ത് പോയതെന്ന് വെളിപ്പെടുത്തണമെന്ന് BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കർ. മുഖ്യമന്ത്രി എവിടെ പോകുന്നു, ആരെയൊക്കെ കാണുന്നു എന്നതെല്ലാം രഹസ്യമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ എങ്ങോട്ടാണ് പോയതെന്ന് MV ഗോവിന്ദനെ അറിയാമോ എന്നും പ്രകാശ് ജാവ്ദേക്കർ ചോദിച്ചു. കേരളത്തിൽ BJP 5 സീറ്റ് വിജയിക്കുമെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. തിരുവനന്തപുരത്ത് ചേർന്ന നേതൃയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPM നേതാക്കളെല്ലാം വിശ്രമത്തിലാണെന്ന് T. സിദ്ദിഖ്. 7 ഘട്ടമായുള്ള തെരഞ്ഞെടുപ്പിൽ 2 ഘട്ടം മാത്രമാണ് കഴിഞ്ഞത്. 5 ഘട്ടങ്ങൾ ബാക്കി നിൽക്കുന്നു. പല കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കും മറ്റ് സംസ്ഥാനങ്ങളിൽ ചുമതല ലഭിച്ച് പോയി കഴിഞ്ഞു. എന്നാൽ CPM നേതാക്കളെല്ലാം വിശ്രമത്തിലാണെന്നും അവർക്ക് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി BJPക്കെതിരെ പോരാട്ടം നയിക്കാൻ ഉത്തരേന്ത്യയിലേക്ക് പോയിക്കൂടെയെന്നും സിദ്ദിഖ് ചോദിച്ചു. ആലപ്പുഴ ജില്ലയിൽ തീവ്രമായ ചൂടിനെ തുടർന്ന് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. ഇടുക്കിയും വയനാടും ഒഴികെയുള്ള 12 ജില്ലകളിൽ ഉയർന്ന താപനിലയ്ക്കുള്ള യെല്ലോ അലർട്ടും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട്. ശനിയാഴ്ച വരെ മിക്കവാറും എല്ലാ ജില്ലകളിലും മഴ കിട്ടാനും സാധ്യതയുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി ആലപ്പുഴയിൽ അതികഠിനമായ ചൂട് തുടരുകയാണ്. താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നു. ഇത് കണക്കിലെടുത്താണ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. മലപ്പുറം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിൽ വെസ്റ്റ് നൈൽ പനി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. കൊതുകുജന്യ രോഗമായതുകൊണ്ട് തന്നെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ വിട്ടുവീഴ്ചയില്ലാതെ നടപ്പാക്കണം. പനിയടക്കം രോഗലക്ഷണം ഉള്ളവർ വൈകാതെ ചികിത്സ തേടണമെന്നും ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും.
celebrating 100 years of Pulimuttil Silks. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ജീവനക്കാരും നടത്തുന്ന പ്രതിഷേധത്തിൽ 4ാം ദിവസവും ഡ്രൈവിംഗ് ടെസ്റ്റ് തടസ്സപ്പെട്ടു. ഈ പശ്ചാത്തലത്തിൽ ടെസ്റ്റിന് പോലീസ് സംരക്ഷണം തേടാൻ ഗതാഗത വകുപ്പ് തീരുമാനിച്ചു. ഡ്രൈവിംഗ് സ്കൂളുകാർ വിട്ടുനിൽക്കുന്നുണ്ടെങ്കിലും ആരെങ്കിലും വാഹനവുമായി എത്തിയാൽ ടെസ്റ്റ് നടത്താനാണ് തീരുമാനം. കപ്പലുകളെ തകർക്കുന്ന ബോംബുകൾ കണ്ടെത്താനും അവയെ ആശയക്കുഴപ്പത്തിലാക്കി വഴിതിരിക്കാനും കഴിവുള്ള മാരിച്ച് അറേ സംവിധാനം കെൽട്രോൺ നാവികസേനയ്ക്ക് കൈമാറിയെന്ന് മന്ത്രി പി രാജീവ്. 3 എണ്ണമാണ് അരൂരിലെ കെൽട്രോൺ യൂണിറ്റിൽ നിന്ന് വിശാഖപട്ടണത്തേക്ക് കയറ്റി അയച്ചത്. ഒരു വക്കീൽ ഗുമസ്തനൊപ്പം മാത്യു കുഴനാടൻ പ്രാക്ടീസ് ചെയ്യുന്നത് ഗുണം ചെയ്യുമെന്ന് മന്ത്രി വി എൻ വാസവൻ. മാത്യു നൽകിയ ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളിയ സാഹചര്യത്തിൽ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് ജനങ്ങളോട് മാപ്പ് പറയാൻ തയ്യാറാകണമെന്നും വാസവൻ ആവശ്യപ്പെട്ടു. വയറ്റിൽ ശസ്ത്രക്രിയ ഉപകരണം കുടുങ്ങിയ കോഴിക്കോട് സ്വദേശി ഹർഷീന തുടർ ചികിത്സയ്ക്ക് ക്രൗഡ് ഫണ്ടിങ്ങിന് ഇറങ്ങുന്നു. സർക്കാർ വാഗ്ദാനം ചെയ്ത ഒരു സഹായവും പിന്തുണയും ഇതുവരെ കിട്ടിയിട്ടില്ലെന്ന് ഹർഷീന പറഞ്ഞു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെയാണ് ഹർഷീനയുടെ വയറ്റിൽ ശസ്ത്രക്രിയ ഉപകരണം കുടുങ്ങിയത്. പണം സ്വരൂപിക്കാൻ ഈ മാസം 15 മുതൽ സമരസമിതി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങും. ശശി തരൂർ തിരുവനന്തപുരത്ത് തോറ്റു തുന്നമ്പാടുമെന്ന് പ്രകാശ് ജാവദേക്കർ. രാജീവ് ചന്ദ്രശേഖരന്റെ വിജയം 100% ഉറപ്പാണ് എന്നും അദ്ദേഹം പറഞ്ഞു. മോദിയുടെ ഗ്യാരണ്ടിക്ക് ജനങ്ങൾ കൂട്ടത്തോടെ വോട്ട് ചെയ്തുവെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും അഭിപ്രായപ്പെട്ടു. താൽക്കാലിക അധ്യാപകരെ നിയമിക്കാൻ സ്കൂളുകൾക്കും PTA-ക്കും അനുമതി നൽകിയത് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടാതിരിക്കാനാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി. SSLCക്ക് മികച്ച വിജയമാണ് സംസ്ഥാനത്ത് ഉണ്ടാകാറുള്ളത്. അധിക ബാച്ചുകളും സീറ്റുകളുടെ മാർജിനൽ വർധനവും നേരത്തെ തന്നെ നടത്തിയിട്ടുണ്ടെന്ന് മന്ത്രി വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് അധ്യക്ഷൻ മാർ അത്തനേഷ്യസ് യോഹന്നാൻ മെത്രാപൊലീത്തയ്ക്ക് അമേരിക്കയിലുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റു. ടെക്സസിൽ പ്രഭാത സവാരിക്കിടെയായിരുന്നു അപകടം. അദ്ദേഹത്തെ ഡാലസിലെ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. ഹരിയാനയിലെ BJP സർക്കാരിനെ പിന്തുണച്ചിരുന്ന 3 സ്വതന്ത്ര MLA-മാർ പിന്തുണ പിൻവലിച്ചു. ഇതോടെ ഹരിയാനയിലെ BJP സർക്കാർ പ്രതിസന്ധിയിലായി. 90 അംഗ നിയമസഭയിൽ BJP അംഗങ്ങളുടെ എണ്ണം 42 കുറഞ്ഞു. JJP വിമതരുടെ പിന്തുണയോടെയാണ് BJP അധികാരത്തിൽ തുടരുന്നത്. BJP സർക്കാരിന്റെ പിന്തുണ പിൻവലിച്ച സ്വതന്ത്രർ കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. അതേസമയം നിയമസഭയിൽ ഭൂരിപക്ഷം നഷ്ടമായിട്ടില്ലെന്നും 47 MLA-മാരുടെ പിന്തുണയുണ്ടെന്ന അവകാശവാദവുമായും BJP രംഗത്തെത്തി. ദില്ലിയിൽ ഇന്നലെ നടന്ന ഡൽഹി ക്യാപിറ്റൽസും രാജസ്ഥാൻ റോയൽസും തമ്മിലുള്ള IPL മത്സരത്തിനിടെ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ പ്രതിഷേധം. AAPയുടെ വിദ്യാർത്ഥി യൂണിയനായ ഛത്ര യുവ സംഘർഷ് സമിതി പ്രവർത്തകരാണ് കെജ്രിവാളിന്റെ ചിത്രം പതിച്ച മഞ്ഞ ടീഷർട്ട് ധരിച്ച് പ്ലക്കാർഡുകളും കയ്യിലേന്തി പ്രതിഷേധിച്ചത്. മത്സരത്തിനിടെ വിദ്യാർത്ഥി യൂണിയൻ പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു. മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചവരെ ഉടൻ തന്നെ കസ്റ്റഡിയിലെടുത്തതായി ദില്ലി പോലീസ് അറിയിച്ചു. പ്രജ്വൽ രേവണ്ണയ്ക്കെതിരായ കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് HD കുമാരസ്വാമി. ഇപ്പോൾ നടക്കുന്നത് സിദ്ധരാമയ്യ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണമാണ്. മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും അന്വേഷണത്തിൽ ഇടപെടുന്നുണ്ട് എന്നും അദ്ദേഹം വിമർശിച്ചു. തെളിവുകൾ കൊണ്ടുവന്ന ആൾ തന്നെ DK ശിവകുമാർ കേസിൽ അനാവശ്യ ഇടപെടലുകൾ നടത്തുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. HD രേവണ്ണയ്ക്കെതിരെ തെളിവുകൾ ഇല്ലാത്തതിനാൽ പലതും കെട്ടിച്ചമയ്ക്കുകയാണെന്നും കുമാരസ്വാമി ആരോപിച്ചു. കണ്ണഞ്ചിപ്പിക്കുന്ന നക്ഷത്രത്തിളക്കവുമായി KSFEയുടെ ഗാലക്സി ചിട്ടികൾ വരവായി. 100% സുരക്ഷിതത്വവും മെഗാ ബമ്പർ നറുക്കെടുപ്പിലൂടെ ഭാഗ്യം കടാക്ഷിക്കുന്നവർക്ക് ബെൻസ് കാറും ലഭിക്കുന്നു. ഒപ്പം 17 ഇന്നോവ കാറുകളും 170 ഐഫോണുകളും. ഗാലക്സി ചിട്ടി, ഇനി ആഘോഷ ചിട്ടി. മുസ്ലിം വിഭാഗത്തിന് പൂർണ്ണ സംവരണം വേണമെന്ന ലാലു പ്രസാദ് യാദവിന്റെ പ്രസ്താവന ആയുധമാക്കി നരേന്ദ്രമോദി. ലാലുവിന്റെ പ്രസ്താവന 4ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇന്നലത്തെ റാലികളിലാണ് പ്രധാനമന്ത്രി ആയുധമാക്കിയത്. വിവാദത്തെ തുടർന്ന് ലാലു പ്രസാദ് യാദവ് തന്റെ പ്രസ്താവന തിരുത്തി. തന്റെ പിൻഗാമിയായി പ്രഖ്യാപിച്ചിരുന്ന സഹോദരപുത്രൻ ആകാശ് ആനന്ദിനെ പാർട്ടി പദവികളിൽ നിന്ന് നീക്കി BSP മേധാവിയും മുൻ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുമായ മായാവതി. ആകാശ് ആനന്ദിന് പക്വതയില്ലെന്നാണ് മായാവതി സമൂഹ മാധ്യമമായ Xൽ കുറിച്ചത്. പക്വത വരും വരെ എല്ലാ പദവികളിൽ നിന്നും ആകാശ് ആനന്ദിനെ നീക്കി നിർത്തുന്നു എന്നാണ് മായാവതിയുടെ കുറിപ്പ്. BJP സർക്കാരിനെ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാരുമായി താരതമ്യം ചെയ്തുള്ള ആകാശ് ആനന്ദിന്റെ പോസ്റ്റ് അടുത്തിടെ വിവാദമായിരുന്നു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ആരതി നടത്തിയ വനിതാ നേതാവിനെതിരെ കേസ്. NCP നേതാവും മഹാരാഷ്ട്ര സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷയുമായ രൂപാലി ചക്കങ്കറിനെതിരെയാണ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനത്തിന് കേസെടുത്തിരിക്കുന്നത്. പോളിംഗ് ബൂത്തിൽ നിന്നുള്ള ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു.
കർണാടക BJP എക്സ് ഹാൻഡിലിൽ പ്രസിദ്ധീകരിച്ച മുസ്ലിം വിരുദ്ധ വിദ്വേഷ വീഡിയോ ഉടനടി നീക്കം ചെയ്യാൻ നിർദ്ദേശം നൽകി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. മെയ് 4 വൈകിട്ട് ആണ് BJPയുടെ എക്സ് ഹാൻഡിലിൽ വിദ്വേഷ വീഡിയോ പങ്കുവച്ചത്. മതസ്പർദ്ധ വളർത്തുന്നതെന്ന് ചൂണ്ടിക്കാട്ടി വീഡിയോയ്ക്കെതിരെ കർണാടക കോൺഗ്രസ് പരാതി നൽകിയിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ചോദ്യം ചെയ്ത് ഇന്ത്യ സഖ്യം പോളിംഗ് ശതമാനം കൃത്യമായി നൽകിയില്ലെന്ന് ഉന്നയിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആഞ്ഞടിച്ചു. വിഷയത്തിൽ വിമർശനമുന്നയിച്ച് തൃണമൂൽ കോൺഗ്രസും CPM-ഉം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കത്തയച്ചിട്ടുണ്ട്. ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 11 ദിവസത്തിന് ശേഷമാണ് അന്തിമ പോളിംഗ് കണക്കുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയത്. നിയമം ലംഘിച്ചുള്ള തെറ്റിദ്ധാരണാജനകമായ പരസ്യങ്ങളിൽ അഭിനയിക്കുന്ന താരങ്ങളും ഇൻഫ്ലുവൻസർമാരും പരസ്യ നിർമ്മാതാക്കളെ പോലെ ഉത്തരവാദികളെന്ന് സുപ്രീംകോടതി. പരസ്യങ്ങളിൽ അഭിനയിക്കുന്ന സിനിമ, ക്രിക്കറ്റ് താരങ്ങൾക്കും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർക്കും ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞുമാറാൻ കഴിയില്ല. പതഞ്ജലി പരസ്യ വിവാദവുമായി ബന്ധപ്പെട്ട കേസിലാണ് സുപ്രീംകോടതിയുടെ നിർണായക നിരീക്ഷണം. പശ്ചിമബംഗാൾ സ്കൂൾ സർവീസസ് കമ്മീഷൻ നിയമന കുംഭകോണത്തിൽ മമതാ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി സുപ്രീംകോടതി. സർക്കാർ സ്പോൺസേഡ് എയ്ഡഡ് സ്കൂളുകളിലെ 2016 മുഴുവൻ റിക്രൂട്ട്മെന്റ് നടപടികളും റദ്ദാക്കിയ കൊൽക്കത്ത ഹൈക്കോടതി വിധിക്കെതിരായ ഹർജി പരിഗണിക്കവെയാണ് വിമർശനം. ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടാൽ ഒന്നും അവശേഷിക്കില്ലെന്നും ഇത് വഞ്ചനയാണെന്നും കോടതി വിമർശിച്ചു. റഷ്യൻ പ്രസിഡന്റായി വ്ളാഡിമിർ പുടിൻ 5ാം തവണയും അധികാരമേറ്റു. മോസ്കോയിലെ ഗ്രാൻഡ് ക്രെംലിൻ പാലസിൽ നടന്ന സ്ഥാനാരോഹണ ചടങ്ങിലാണ് 71 വയസ്സുകാരനായ പുടിൻ വീണ്ടും അധികാരമേറ്റെടുത്തത്. IPL-ൽ രാജസ്ഥാൻ റോയൽസിന് ഡൽഹി ക്യാപിറ്റൽസിനെതിരെ 20 റൺസിന്റെ തോൽവി. ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹി 36 പന്തിൽ 65 റൺസ് എടുത്ത അഭിഷേക് പോറലിന്റെയും 20 പന്തിൽ 50 റൺസ് എടുത്ത ജെയ്ക് ഫ്രേസർ മഗ്രൂക്കിന്റെയും 20 പന്തിൽ 41 റൺസ് എടുത്ത ട്രിസ്റ്റാൻ സ്റ്റബ്സിന്റെയും മികവിൽ 221 റൺസ് എടുത്തു. കൂറ്റൻ വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശിയ രാജസ്ഥാനു വേണ്ടി ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ഒറ്റയ്ക്ക് പൊരുതിയെങ്കിലും 8 വിക്കറ്റ് നഷ്ടത്തിൽ 201 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. 16ാം ഓവറിൽ 46 പന്തിൽ 86 റൺസുമായി പൊരുതിയ സഞ്ജുവിനെ TV അമ്പയർ മൈക്കൽ ഗഫ് തെറ്റായ തീരുമാനത്തിലൂടെ പുറത്താക്കിയതായിരുന്നു രാജസ്ഥാന്റെ തോൽവി വഴിത്തിരിവായത്. തോറ്റെങ്കിലും 11 കളികളിൽ 16 പോയിന്റുമായി രാജസ്ഥാൻ തന്നെയാണ് പോയിന്റ് പട്ടികയിൽ രണ്ടാമത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.